ഹിന്ദുക്കളായ വ്യക്തികൾ അവർ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ കൂടിയാണ് എങ്കിൽ, പ്രത്യേകിച്ച് അവരെ പശുമാംസത്തിന്റെ പേര് പറഞ്ഞും അതുപോലെ തന്നെ ചാണകത്തിന്റെ പേര് പറഞ്ഞുമൊക്കെ അപമാനിക്കുന്നവരുണ്ട്. ഇപ്പൊ പറയാൻ പോകുന്നത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു പ്രമുഖ ഇൻഡോ അമേരിക്കൻ ഡോക്ടറെ കുറിച്ചാണ്. അവർ അവരുടെ സമൂഹ മാധ്യമ പേജിൽ കുറിച്ചത് ഇത്തരക്കാർ വായിക്കേണ്ട ഒന്നാണ്. ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നത് മതപരമായ ആചാരമായല്ല, മറിച്ച് അതൊരു സംസ്കാരമാണ്. ആഴത്തിലുള്ള ഒരു സംസ്കാരത്തിന്റെയും ഒരു നന്ദിയുടെയും ഭാഗമായാണ് എന്ന് ഡോക്ടർ റെഡ്ഡി തന്റെ വീഡിയോയിലൂടെ വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. അവർ പറയുകയാണ്, പഴയ കാലത്ത് പ്രസവത്തിനിടയിൽ അമ്മമാരെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തിയത് പശുവിൻ പാലും സംരക്ഷണവുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു നന്ദി പ്രകാശനമാണ്. മനുഷ്യർക്ക് ജീവൻ നൽകിയ ആ മൃഗത്തോടുള്ള ആദര സൂചകമായാണ് ഹിന്ദുക്കൾ പശുക്കളെ ഉപദ്രവിക്കുകയോ ഗോമാംസം കഴിക്കുകയോ ചെയ്യാത്തത്. ഇതിൽ യാതൊരുവിധ ദുരൂഹതകളുമില്ല. ആളുകൾ ഓൺലൈനിൽ ഇത്രമേൽ വെറുപ്പ് തുപ്പുന്നത് വെറുതെയാണ്, അല്ലെങ്കിൽ അതൊരു സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഡോക്ടർ കുറിച്ചിരിക്കുന്നു. ഈ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ, നെറ്റിയിൽ പൊട്ടു തൊട്ടതിന്റെ പേരിൽ ഈ ഡോക്ടർ അധിക്ഷേപത്തിന് ഇരയായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ വിദ്വേഷ കമന്റുകൾ കേട്ട് ഈ ഡോക്ടർ ഓടി ഒളിച്ചില്ല, മറിച്ച് തിരിച്ചടിക്കുകയായിരുന്നു. ഡോക്ടർ കരിഷ്മ റെഡ്ഡി എന്നാണ് ഇവരുടെ പേര്. ഒരു രോഗിയെ ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത ദിവസങ്ങളിൽ ഡോക്ടർ കരിഷ്മ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയ്ക്ക് മറുപടി പറയുന്നതിന് പകരം ഡോക്ടർ കരിഷ്മ റെഡ്ഡിയുടെ നെറ്റിയിലെ പൊട്ടിനെ കുറിച്ചാണ് ഒരുപാട് വിദ്വേഷ കമന്റുകൾ എത്തിയത്. അത് ഈ ഡോക്ടറെ വല്ലാതെ വേദനിപ്പിച്ചു. പൊട്ടു തൊടണമെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകൂ എന്നുവരെ വിദ്വേഷ കമന്റുകൾ വന്നിരുന്നു എന്നാണ് ഈ ഇൻഡോ അമേരിക്കൻ ഡോക്ടർ പറയുന്നത്. നെറ്റിയിൽ ഒരു പൊട്ടു തൊട്ടതിന്റെ പേരിൽ കടുത്ത വംശീയ അധിക്ഷേപങ്ങൾ കേട്ട ഡോക്ടർ കരിഷ്മ റെഡ്ഡി പക്ഷെ ഒളിച്ചോടാൻ തയ്യാറായില്ല. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ ഇത്രയധികം ഇന്ത്യ വിരുദ്ധ വിദ്വേഷം താൻ നേരിട്ടിട്ടില്ല എന്ന് ഡോക്ടർ കരിഷ്മ റെഡ്ഡി പറയുന്നു. ഡോക്ടറുടെ ഈ ധീരമായ പ്രതികരണത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം വീഡിയോ കണ്ടത്. തന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയധികം ഇന്ത്യ വിരുദ്ധ വിദ്വേഷം താൻ നേരിട്ടിട്ടില്ല എന്ന് ഡോക്ടർ കരിഷ്മ റെഡ്ഡി പറയുന്നു. ജീവിതത്തിന്റെ ഭൂരിഭാഗവും ആശുപത്രികളിലെ ക്ലിനിക്കുകളുമായി ഇടപഴകുന്ന തനിക്ക് ആരോഗ്യ മേഖലയിൽ ഒരു ഇന്ത്യക്കാരി ആയതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടില്ല. സഹപ്രവർത്തകരിൽ നിന്നും എപ്പോഴും വലിയ സ്നേഹവും ബഹുമാനവുമാണ് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ ഓൺലൈൻ ലോകത്തു നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ഈ അപ്രതീക്ഷിത ആക്രമണം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്നും അവർ പറഞ്ഞു. എന്തായാലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഈ ഡോക്ടറുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുമായി വരുന്നത്. കാരണം ഒരുപാട് പേർ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പശുവിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പശുവിനെ കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞു, ചാണകത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഹിന്ദുക്കളാണ് എങ്കിൽ, അല്ലെങ്കിൽ അവർ ബി.ജെ.പിയുമായി ബന്ധമുള്ള ആരെങ്കിലും ആണ് എങ്കിൽ ധാരാളം കമന്റ്സുകൾ അവിടെ നേരിടാറുണ്ട്. പക്ഷെ അത്തരം കമന്റുകൾ ഇടുന്ന വ്യക്തികൾ മനസ്സിലാക്കണം എന്താണ് പശുവിനെ കുറിച്ച് ഒരു ഇന്ത്യൻ സംസ്കാരത്തിലുള്ള പ്രാധാന്യം എന്നത് ഇത്തരക്കാർ മനസ്സിലാക്കണം. എന്തായാലും ഗോമാംസത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ലളിതമായി മാറ്റിയതിന് നന്ദി പറഞ്ഞും വംശപരിയന്മാരെ വിമർശിച്ചും ഒരുപാട് പേരാണ് കമന്റ് ബോക്സിൽ എത്തുന്നത്. സ്നേഹവും അനുകമ്പയും പഠിപ്പിച്ച് യേശുവിനെ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന ചിലരാണ് അമേരിക്കയിൽ ജനിച്ച ഒരു ഡോക്ടറോട് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ ആക്രോശിക്കുന്നതിലെ വലിയ വിരോധാഭാസം പലരും ഇതിനകം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കമന്റുകൾ നമുക്ക് നേരെ വരുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോൾ അതിനെ നേരിടുകയാണ് വേണ്ടത്. സമാധാനപരമായി ഇത്തരം കമന്റുകൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞ് മറുപടി പറഞ്ഞ് അതിനെ നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ ഒളിച്ചോടുകയല്ല വേണ്ടത് എന്ന് ഡോക്ടർ തന്റെ മറുപടി വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.